ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ മിൻ അയ്യാമിൻ അൽ അമലു സ്സാലിഹു ഫീഹാ അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാം യഅനി അയ്യാമുൽ അശ്ർ. ഖാലു യാ റസൂലല്ലാഹ് വലൽ ജിഹാദു ഫീ സബീലില്ലാഹ് ഖാല വലൽ ജിഹാദു ഫീ സബീലില്ലാഹ് ഇല്ലാ റജുലുൻ ഖറജ ബിനഫ്സിഹി വമാലിഹി ഫലം യർജി മിൻ ദാലിക ബിശൈ. റസൂൽ പറഞ്ഞു, ഈ ദിവസങ്ങളിൽ, അതായത് ദുൽഹജ്ജിലെ 10 ദിവസങ്ങളിൽ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ അതിനേക്കാൾ അള്ളാഹുവിങ്കൽ പ്രിയങ്കരമായി മറ്റൊരു കർമ്മവും ഇല്ല. അപ്പോൾ സഹാബിയോട് ചോദിച്ചു, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ധർമ്മ സമരത്തെക്കാളും? റസൂൽ പറഞ്ഞു, അതെ, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ധർമ്മസമരവും അവയോട് ഒരിക്കലും സമമാകുകയില്ല. എന്നാൽ ഒരാൾ തൻ്റെ ശരീരവും സമ്പത്തുമായി ആ മാർഗത്തിൽ ഇറങ്ങി തിരിച്ചിട്ട് അതിലൊന്നും തന്നെ തിരിച്ചു കൊണ്ടുവരാത്ത ഒരാളൊഴികെ, അതായത് ഷഹീദായ എന്ന അർത്ഥം. ഈ ഹിജ്റ കലണ്ടറിലെ 12ാമത്തെയും അവസാനത്തെയും മാസമാണല്ലോ ദുൽഹിജ്ജ. ഹജ്ജിൻ്റെ പ്രധാന കർമ്മങ്ങൾ നടക്കുന്നത് ഈ മാസത്തിലാണല്ലോ. ദുൽഹജ്ജ് 9 അറഫാ ദിനം, ദുൽഹജ്ജ് 10 ഈദുൽ അദ്ഹ, 11, 12, 13 അയ്യാമു തശ്രീഖിൻ്റെ ദിവസങ്ങൾ. ഇപ്പോൾ ദുൽഹജ്ജിലെ ആദ്യ 10 ദിവസങ്ങളെക്കുറിച്ച് ഖുർആനിൽ തന്നെ പറയുന്നുണ്ട്. വൽ ഫജ്ർ വലയാലിൻ അഷർ, പ്രഭാതത്തെ കൊണ്ടും 10 രാവുകൾ, അതായത് 10 ദിനരാത്രങ്ങൾ, ദുൽഹജ്ജിലെ 10 ദിനരാത്രങ്ങളെ കൊണ്ടും സത്യം. ദുൽഹജ്ജ് മാസത്തിൽ ആദ്യത്തെ 8 ദിനങ്ങളിലും നോമ്പ് അനുഷ്ഠിക്കാം. അത് സൽക്കർമ്മങ്ങളിൽ പെട്ടതാണ്. പ്രബലമായ നോമ്പാണ് ദുൽഹജ്ജ് അറഫാ ദിനത്തിലെ നോമ്പ്. ദുൽഹജ്ജ് 9 അറഫാ ദിനത്തിലെ നോമ്പ്. ആ നോമ്പിനെക്കുറിച്ച് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, സിയാമു യൗമി അറഫ അഹ്തസിബു അലല്ലാഹി അൻ യുകഫിറ സനത്തല്ലത്തി ഖബ്ലഹു വസനത്തല്ലത്തി ബഅദഹു. അറഫാ ദിനത്തിലെ നോമ്പ് കഴിഞ്ഞൊരു വർഷത്തെയും വരാനിരിക്കുന്നൊരു വർഷത്തെയും തെറ്റുകളൊക്കെ അള്ളാഹു അതുമൂലം പുറത്തു കൊടുക്കുമെന്ന് ഞാൻ ആശിക്കുകയാണ്. സൂറത്തുൽ ബഖറ 203 പറയുന്നുണ്ട്, വദ്കുറുല്ലാഹ ഫി അയ്യാം മഅദൂദാത്ത്. ആ എണ്ണപ്പെട്ട ദിനങ്ങളിൽ, അതായത് ഈ പറഞ്ഞ ദുൽഹജ്ജിൻ്റെ 10 ദിവസങ്ങളിലൊക്കെ നിങ്ങൾ അള്ളാഹുവിനെ കൂടുതലായി സ്മരിച്ചുകൊണ്ടേയിരിക്കണം. ഒരു ഹദീസിൽ ഹസൻ പറയുന്നു, മാമിൻ അയ്യാമിൻ അഅ്ളമു ഇൻദല്ലാഹി സുബ്ഹാനഹു വലാ അഹബ്ബ ഇലൈഹിൽ അമലു ഫീഹിന്ന മിൻ ഹാദിഹിൽ അയ്യാമിൽ അശ്ർ. അള്ളാഹുവിങ്കൽ ഇത്രമാത്രം മഹത്തരവും പ്രിയങ്കരവുമായ ദിനങ്ങൾ ഈ 10 ദിവസങ്ങളല്ലാതെ മറ്റൊന്നുമില്ല. അതുകൊണ്ട് ആ ദിവസങ്ങളിൽ നിങ്ങൾ തഹ്ലീൽ എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ദിക്റുകൾ, പിന്നെ തക്ബീർ അല്ലാഹു അക്ബർ, തഹ്മീദ് എന്ന് പറഞ്ഞാൽ അൽഹംദുലില്ലാഹ്. അപ്പോൾ ഈ ദിക്റുകളൊക്കെ ധാരാളമായി നിങ്ങൾ ചൊല്ലിക്കൊണ്ടേയിരിക്കണം. അങ്ങനെ ഒരാൾ ചൊല്ലുകയാണെങ്കിൽ ഒരു ദിവസത്തിൽ 100 പ്രാവശ്യം ഒരാൾ ചൊല്ലുകയാണെങ്കിൽ 10 അടിമകളെ വിമോചിപ്പിച്ചതിന് സമമായ പ്രതിഫലം നൽകപ്പെടുന്നു. അതുപോലെ 100 നന്മകൾ അയാളുടെ പേരിൽ രേഖപ്പെടുത്തപ്പെടും. 100 തെറ്റുകുറ്റങ്ങളൊക്കെ അയാളിൽ നിന്ന് മായ്ച്ച് കളയുകയും ചെയ്യും. അറഫാ ദിനത്തിലെ പ്രാർത്ഥനയെക്കുറിച്ച് സല്ലല്ലാഹു പറഞ്ഞത്, ഖൈറുദ്ദുആ യൗമ അറഫ, ഏറ്റവും ഉത്തമമായ പ്രാർത്ഥന അറഫാ ദിനത്തിൽ ചെയ്യുന്ന പ്രാർത്ഥനയാണ്. അതുപോലെ ദുൽഹജ്ജ് 10 ദിവസങ്ങളിലും തക്ബീർ ചൊല്ലുന്നതിനെക്കുറിച്ച് പറയപ്പെട്ടിട്ടുണ്ട്. ഇബ്നു ഉമറും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവും ദുൽഹജ്ജ് 10 ദിവസങ്ങളിൽ, ആദ്യം ദുൽഹജ്ജ് 1 മുതലുള്ള 10 ദിവസങ്ങളിൽ അങ്ങാടിയിൽ തക്ബീർ ചൊല്ലി നടക്കുകയും അത് കേൾക്കുന്നവരൊക്കെ അത് ഏറ്റു ചൊല്ലുകയും ചെയ്തിരുന്നുവെന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ഹദീസിൽ പറഞ്ഞ ഈ തഹ്മീദിനെക്കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞത്, കലിമത്താനി ഖഫീഫത്താനി അലൽ ലിസാൻ, ഓരോ മനുഷ്യൻ്റെയും നാവിന് വളരെ ലഘുവായ 2 വാക്യങ്ങളാണ്. മീസാനിൽ, നാളെ പരലോകത്ത് നന്മ തൂക്കുന്ന ആ ത്രാസിൽ കനപ്പെട്ടതാണ്. ഹബീബത്താനി ഇലർ റഹ്മാൻ, പരമകാരുണ്യനായ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതുമായ 2
വാക്യങ്ങളാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. അപ്പോൾ ഇതുപോലുള്ള ഈ ദിക്റുകളും ദുആകളൊക്കെ നാം ധാരാളമായി ചൊല്ലുകയും അതോടൊപ്പം തന്നെ ഖുർആൻ പാരായണം, സുന്നത്ത് നമസ്കാരങ്ങളൊക്കെ കൂടുതൽ അധികരിപ്പിക്കുക, പ്രാർത്ഥനകൾ, സൽക്കർമ്മങ്ങൾ, ദാനധർമ്മങ്ങൾ ഇതൊക്കെ കൂടുതലായി നിർവഹിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് മഹത്തായ പ്രതിഫലമാണ് അല്ലാഹു തആല നൽകുക. അതൊക്കെ നിർവഹിക്കാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.